ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നീതൂസ് ഇൻ ന്യൂസിലാൻഡ്. ഇന്ന് നമ്മളെല്ലാവരും കൂടി പോകുന്നത് കുറേ വാട്ടർഫോൾസ് കാണാനാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു അടിപൊളി ഒരു സീനിക് വ്യൂ ആണിത്. ആ വീട്ടുകാരുടെ ഒരു ഭാഗ്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്നും രാവിലെ എഴുന്നേറ്റ് അവർക്ക് ഈ വ്യൂ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അവിടെ എത്തി. നമ്മൾ കാറ് പാർക്ക് ചെയ്തത് ബെൽമൗണ്ട് റീജിയണൽ പാർക്കിലെ കാർ പാർക്കിങ്ങിലാണ്. അപ്പോൾ വഴി കുറച്ച് ട്രിക്കിയാണ് ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് നമ്മൾ പോകുമ്പോൾ. പക്ഷേ ഈ ബെൽമൗണ്ട് റീജിയണൽ പാർക്കിലെ കാർ പാർക്ക് അടിച്ചിട്ട് അവിടെ നമുക്ക് കാറ് പാർക്ക് ചെയ്തിട്ട് നേരെ നമുക്ക് വാട്ടർഫോൾസിലേക്കുള്ള വാക്കിംഗ് ലൂപ്പിലേക്ക് നമുക്ക് കടക്കാൻ പറ്റും. ലൂപ്പ് എന്ന് പറയാൻ കാരണം ഈ വാക്കിങ് ഒരു ലൂപ്പ് വാക്കാണ്. കാരണം നമ്മളൊരു സ്ഥലത്തുനിന്ന് നമ്മൾ നടന്നു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പോയി റൗണ്ട് ചെയ്ത് നമ്മൾ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ എത്തും. അങ്ങനെയുള്ള ഒരു ലൂപ്പ് വാക്കാണ് ഈ വാട്ടർഫോൾസിലേക്കുള്ളത്. നമ്മൾ മൊത്തം ഒരു 2.7 കിലോമീറ്റേഴ്സാണ് മൊത്തം ഈ ബുഷ് വാക്ക് ഉള്ളത്. ബുഷ് വാക്ക് മീൻസ് ഈ രണ്ട് സൈഡിലും ഇങ്ങനെ മരങ്ങളും ചെടികളുടെ ഇടയിൽ കൂടെ നമ്മൾ പോകുന്നതിനെയാണ് ബുഷ് വാക്ക് എന്ന് പറയണത്. അതിൽ ഒരു 1 hour പിടിക്കും നമ്മളിങ്ങനെ നടന്ന് അപ്പുറത്തെ വശത്ത് എത്തണമെങ്കിൽ. ഒരു 50 minutes നടന്നു കഴിഞ്ഞാൽ നമുക്ക് വാട്ടർഫോൾസ് കാണാനായിട്ട് പറ്റും. അപ്പോൾ പക്ഷേ നമ്മളത് മുഴുവൻ നടക്കുകയാണെങ്കിലാണ് അതിൻ്റെ ഫുൾ ഭംഗി നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ നമ്മുടെ കൂടെ പാരൻസ് എല്ലാം ഉണ്ടായതുകൊണ്ട് അവർക്ക് കുറച്ച് ട്രിക്കിയാണ് ഈ നടത്തം. കാരണം നല്ല ഇറക്കമാണ്. അപ്പോൾ കുറച്ച് സ്ലിപ്പറി ആയിരുന്നു. അപ്പോൾ നമ്മൾ വാട്ടർഫോൾസ് വരെ നമ്മൾ നടന്നു. അതിനുശേഷം തിരിച്ച് അതേ വഴി കൂടെ തന്നെ തിരിച്ച് നടക്കുകയാണ് നമ്മൾ ചെയ്തത്. പിന്നെ ഈ വാട്ടർഫോളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു മാൻ മെയ്ഡാണ്. ഈ വാട്ടർഫോൾ സ്ഥിതി ചെയ്യുന്നത് ലോവർ ഹട്ടിലാണ്. അതായത് ന്യൂസിലാൻഡിലെ വില്ലിംഗ്ടണിലുള്ള ലോവർ ഹട്ട് ഏരിയയിലാണ്. നമ്മൾ താമസിക്കുന്നത് ന്യൂ ടൗൺ ഏരിയയാണ്. അവിടെ നിന്നൊരു 30 minute ഡ്രൈവേ ഉള്ളൂ ഈ വാട്ടർഫോളിലേക്ക്. പിന്നെ ഈ വാട്ടർഫോള് മാൻ മെയ്ഡ് വാട്ടർഫോളാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സമ്മറിലാണ് നമ്മൾ പോയത്. അതുകൊണ്ട് തന്നെ അത്ര വാവ് എന്ന് പറയാനുള്ള അത്ര ഒരു ഫോഴ്സിലൊന്നല്ല വെള്ളം വരുന്നുണ്ടായിരുന്നത്. എന്നാലും ഇറ്റ്സ് ഓക്കെ. ആ നടത്താണ് കുറച്ച് ടഫായിട്ടുള്ളത്. അപ്പോൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നല്ല എന്താ പറയുക എനർജറ്റിക്കായിട്ട് വാക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളൊന്നും കഴിക്കാണ്ട്, നമുക്കറിയില്ലായിരുന്നു ഇത്രയധികം നടക്കാനുണ്ടെന്ന്. നമ്മൾ വെള്ളം പോലും കൈപിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഈ കുറേ വാട്ടർഫോൾസ് കാണാനായിട്ട് വരുന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ വരാം. പിന്നെ വെയിലൊന്നും അത്ര എഫക്റ്റ് ചെയ്യില്ല, കാരണം ചുറ്റിനും മരങ്ങളൊക്കെ ഉള്ള കാരണം ഭയങ്കര കൂളായിരുന്നു. പിന്നെ വെയിലും അത്ര നമുക്ക് ഫീൽ ചെയ്യില്ല ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതൊന്നും പ്രശ്നമില്ല. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുറച്ച് വെള്ളവും കുറച്ച് ഫുഡ് ഐറ്റംസൊക്കെ എടുത്തു കഴിഞ്ഞാൽ പയ്യെ നമുക്കിപ്പോൾ 1 hour ഇതിൽ നമ്മൾ സ്ട്രെച്ചിൽ നടന്നിട്ടില്ലെങ്കിലും ഇറ്റ്സ് ഓക്കെ. നമുക്ക് കുറച്ച് ഇപ്പോൾ ഇവിടെ എന്താ പറയുക റെസ്റ്റിങ്ങിനായിട്ടും ഇരിക്കാനൊക്കെ ഏരിയാസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ യാത്ര തുടങ്ങാം. നമ്മളിവിടം വരെ ചെയ്തുള്ളൂ. ഒരു കൂടി വന്ന ഒരു 20 minute നടന്നിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ വാട്ടർഫോൾസ് കണ്ടു. പിന്നെ ഇവിടെ കുറച്ച് എന്താ പറയുക കൊച്ചു അരുവി പോലെ വെള്ളം പോകുന്നുണ്ടായിരുന്നു. അതെല്ലാം കണ്ട് നമ്മൾ കുറച്ച് ചെടികളൊക്കെ പരിശോധിച്ച് തിരിച്ച് നമ്മൾ കയറി പോരാണ് ചെയ്തത്. പിന്നെന്താ, ഇത് കണ്ടോ, ശരിക്കും കാക്കകൾ ഇരിക്കണ പോലെയല്ലേ ആ മരത്തിൻ്റെ കൊമ്പികൾ? കാക്കകളല്ല, അത് പൈൻ ട്രീ ആണ്. അതിൻ്റെ കായ ഇരിക്കണതാണ്. പിന്നെ നമ്മളവിടെ കുറച്ച് ചായയൊക്കെ ഉണ്ടാക്കി. കാരണം നടന്നു വന്നപ്പോൾ ഭയങ്കര ക്ഷീണമായിരുന്നു. ചായ ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് ഉണ്ണിയപ്പം ഒക്കെ നമ്മൾ ഉണ്ടാക്കി കൈപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ അടുത്തൊരു സീനിക് വ്യൂവിലെത്തി. നമ്മൾ പോകുന്ന വഴിയിൽ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഒരു സൺഫ്ലവർ ഫാം ആയിരുന്നു. അങ്ങനെ അവിടെ എത്തി
കാരണം നമ്മൾ ഒത്തിരി ടയേർഡായിരുന്നു. നമ്മൾ 2-2:30 ആയപ്പോഴാണ് സൺഫ്ലവർ ഫാമിലെത്തിയത്. അപ്പോൾ നമ്മൾ അവിടെ എത്തി ഒരു ഹാഫ് ആൻ അവറിൽ അവരത് ക്ലോസ് ചെയ്തു. പിന്നെ നമുക്ക് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ പയ്യെ ഇങ്ങോട്ട് തിരിച്ചു. അപ്പോൾ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോ ആയിട്ട് വരും വരയ്ക്ക് ബൈ.